ഹലോ, നമുക്കിന്നെ ഒരു 8 റീസൺസ് എന്തിനാണ് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു 8 റീസൺസ് എന്താണെന്ന് നോക്കിയാലോ അല്ലേ? പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 8 റീസൺസിലേക്ക് നോക്കാം. ഈ പറഞ്ഞതുപോലെ തന്നെ CUET പഠിക്കാൻ തീരുമാനിച്ച അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ തീരുമാനിച്ച എല്ലാവർക്കും എനിക്കറിയാം, നമ്മൾ കൺവിൻസ്ഡ് ആണ് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകണം എന്നൊക്കെ അറിയാം. പക്ഷെ എന്നാലും കുറെ നാട്ടുകാരുണ്ട് അല്ലെങ്കിൽ കുറെ വീട്ടുകാരുണ്ട് ഈ പറഞ്ഞതുപോലെ എന്തിനാ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കണമെന്ന് ചോദിച്ചിട്ടില്ലേ. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉത്തരം അല്ലെങ്കിൽ അവരെയും കൂടി ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം കൺവിൻസ് ചെയ്താലേ. അപ്പോൾ ഇപ്പോൾ അവർ ചോദിക്കുകയാണ്, അപ്പോൾ നമുക്ക് പറയാം ഈ ഉത്തരങ്ങളിലെ ഞാൻ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് ഇന്ന ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇനി സ്റ്റിൽ മോട്ടിവേറ്റ് ആയിട്ടില്ലാത്ത കുറച്ച് പേരുണ്ടാവില്ലേ, അവർക്കും കൂടിയൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു 8 റീസൺസ് എന്തിനാണ് ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ നാടും വീടും ഉമ്മാന്റെ ഫുഡൊക്കെ വിട്ടിട്ട് എന്തിനാ അങ്ങോട്ട് പോകണത്. ദർ ആർ സംതിങ് ബിഗ് അല്ലേ. ഈ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടാവുന്നതിൽ ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എന്തുണ്ട്, നമ്മളെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, നമുക്കപ്പോൾ അത് എന്ത് ചെയ്യാം, ഓരോന്നോരോന്നായിട്ട് വളരെ ഈസി ആയിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് പോകാൻ വിചാരിക്കുന്നു അല്ലേ. ഓക്കെ, സോ കമ്മിങ് ടു ദ പോയിന്റ് അല്ലേ. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു ഹയർ പ്ലേസ്മെന്റ് എന്നുള്ളതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കമ്പനീസ് അല്ലേ, ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലുള്ള ബെസ്റ്റ് ആയിട്ടുള്ള കമ്പനീസിൽ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസിൽ പ്ലേസ്ഡ് ആവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പഠനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുക, നല്ലൊരു മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്നിട്ട് ലൈഫിൽ എന്ത് ചെയ്യുക, ഒരു നല്ല ജോബ് എന്ത് ചെയ്യുക നേടുക അല്ലേ. സോ വാട്ട് അബൌട്ട്, അപ്പോൾ നമ്മളെല്ലാവരും പറയുന്നത് എന്താണ്, പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അല്ലേ. അതിൽ നമുക്ക് പ്ലേസ്ഡ് ആവുക അല്ലെങ്കിൽ ജോലി കിട്ടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദീസ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആർ പ്രൊവൈഡിങ് ദ ബെസ്റ്റ് പ്ലേസ്മെന്റ്സ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ അടിപൊളിയായിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യയിൽ തന്നെയുള്ള മേജർ കമ്പനീസ് ആർ ഹയറിംഗ് ദിയർ പേഴ്സൺസ് ഫ്രം ദീസ് യൂണിവേഴ്സിറ്റീസ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ടിസിൽ നിന്നും അതേപോലെ ജാമിയ, അതേപോലെ തന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇനി ഇങ്ങോട്ട് വന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി തമിഴ്നാട്, കേരള എന്ന് പറയുന്ന നമ്മൾ എഴുതാൻ പോകുന്ന CUET എക്സാമിലായിട്ട് പോകുന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇതേപോലെ തന്നെ ആൾക്കാരെ ഹയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ അതുപോലെ അനുഭവങ്ങൾ ഒരുപാട് പേര് ഇപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും കസിൻസോ സീനിയേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാവും. മേ ബി ദിയർ ഇൻ ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ അവർ ഇപ്പോൾ എന്തായിരിക്കും ഒരു കോഴ്സ് കംപ്ലീഷൻ പീരീഡിലാണെങ്കിൽ അവരുടെ പ്ലേസ്മെന്റ് കൂടി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ. ഓക്കെ ഫൈൻ, എൻ്റെ സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് സീനിയേഴ്സ് ഒക്കെ ഭയങ്കര തിരക്കിലാണ്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, സീനിയേഴ്സ് ഒക്കെ എന്താണ് ഒരു പ്ലേസ്മെന്റിന്റെ കുറേ ഇത് വരുന്നുണ്ട്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തിരക്കിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതോട് കൂടി നമ്മുടെ ജോബിനുള്ള ഒരു ജോബിലേക്കുള്ള ഒരു സ്റ്റെപ്പ് കുറച്ചും കൂടി ഈസി ആക്കുന്നു എന്നുള്ളതാണ് ഹയർ പ്ലേസ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് റീസൺസ് അല്ലേ. ഈ പറഞ്ഞതുപോലെ തന്നെ ആൾക്കാർ ചോദിക്കുക അവിടെയൊക്കെ പോയി പഠിച്ചാൽ ജോലി കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഇതിലെ. ഓക്കെ, ഓൾമോസ്റ്റ് വി ഹാവ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കമ്പയറിംഗ് ടു ഓൾ ദ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. കേരളത്തിൽ അങ്ങനെ ഒരു പ്ലേസ്മെന്റ് സെൽ തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് വെൽ അല്ലേ. അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ പഠിച്ച ഡിഗ്രി കഴിഞ്ഞ് എത്ര ജോലി കിട്ടുന്നത് വെൻ കമ്പയർ ടു അതർ തിങ്സ് വി ഹാവ് എ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നത് ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് തിങ്, അത് നമ്മുടെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതാണ് എന്ന് പറയുന്നത് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാരുടെ കമ്പനി കൊണ്ട് നമ്മൾ പിയർ ഗ്രൂപ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഡൈവേഴ്സിഫൈഡ് പിയർ ഗ്രൂപ്പോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത്, മേ ബി സം കൈൻഡ് ഓഫ് ഏതെങ്കിലും സ്റ്റേറ്റിലായിരിക്കും അല്ലേ. ഈ പറഞ്ഞതുപോലെ തന്നെ ഡൽഹിയിലോ അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈദരാബാദിലൊക്കെ ആയിരിക്കും. സോ യു ആർ ഗോയിങ് ടു എ ന്യൂ സിറ്റിയിലെ പുതിയ മനുഷ്യന്മാരെ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. അതാണ് ഡൈവേഴ്സിഫൈഡ് പിയർ ഗ്രൂപ്പ് കൊണ്ട്. നമ്മുടെ ചുറ്റിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നത് നമ്മൾ +2 പഠിച്ചപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇവിടെയുള്ള നാട്ടിലുള്ള 2 ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഏതൊക്കെയോ നാട്ടിലുള്ള മനുഷ്യന്മാരൊപ്പം നമ്മൾ പഠിക്കുന്നു. വി ആർ മീറ്റിംഗ് ന്യൂ പീപ്പിൾസ്. നമ്മുടെ പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ ടീം എന്ന് പറയുന്നത് എന്താ പറയുക, കുറച്ചും കൂടി അടിപൊളിയാവാൻ ബെറ്റർ ആവുകയാണ് അല്ലേ. നമ്മൾ ഇന്ത്യ മൊത്തത്തിൽ നമുക്ക് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മളല്ലേ. അതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ മറ്റൊരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ആ പിയർ ഗ്രൂപ്പിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, അവിടെ പോയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെക്കാട്ടിലും കൂടുതലായിട്ട് ചിന്തിക്കുന്നത് നമ്മളെക്കാട്ടിലും വലിയ വിഷനറീസ് ഉള്ള ആൾക്കാരൊപ്പരാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി നമ്മൾക്ക് അവിടെ കിട്ടാവുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻസെയിൻ. ഓക്കെ, അത്രയും അടിപൊളിയായിട്ടുള്ള പിയർ ഗ്രൂപ്പും അവിടെ പറയുമ്പോൾ ചായ കുടിക്കലും തമാശകളും ഹോസ്റ്റലും എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ലെവൽ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട് ഗോ ടു എ ഹോസ്റ്റൽ അല്ലേ. ഒരു 18 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഒരു ഹോസ്റ്റൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് എക്സ്പോഷർ ടു യു ഗൈസ്. ഓക്കെ, മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളതാണ് സംഭവം നമ്മളിപ്പോൾ വൈബ് പറഞ്ഞ് ജോലി പറഞ്ഞു എന്നൊക്കെ ഉള്ളത്. ഇതിലേക്കൊക്കെ നമ്മൾ നയിക്കുന്നത് എന്താണ്, ഈ പറഞ്ഞ പോലെ തന്നെ അക്കാഡമിക് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അവിടെ നല്ല അക്കാഡമിക്സ് അല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ ബെറ്റർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ദി പീപ്പിൾ ആർ നോട്ട് ഗോയിങ് ടു ഹയർ യു റൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷുവറാണ് ഇത്രയും പ്ലേസ്മെന്റ്സ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടുത്തെ കുട്ടികൾക്ക് എന്നുണ്ട് അവരുടെ അക്കാഡമിക്കലി ദി ആർ ഡൂയിങ് വെൽ എന്നുള്ളതാണ്. സോ ഹൗ എന്ന് വെച്ചാൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഈ പറഞ്ഞതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡിങ് ദ ബെസ്റ്റ് ടു ദം. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് അവർക്ക് കൊടുക്കുന്നത്. സോ ഡെഫിനറ്റ്ലി അക്കാഡമിക് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ബെറ്റർ ആണ്. അവിടുത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവരുടെ റിസർച്ച് ഓറിയന്റഡ് അറ്റ്മോസ്ഫിയർ എന്ന്
പറയുന്നത് ഒക്കെ നമ്മൾ എന്താക്കുന്നുണ്ട്, നമ്മുടെ അക്കാഡമിക്കലി ഒന്നും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി നോക്കുന്നതാണ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ അക്കാഡമിക് സ്റ്റാൻഡേർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പറയാം. അക്കാഡമിക്കലി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനും അതേപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നമുക്കിങ്ങനെ PDF ഡൗൺലോഡ് ചെയ്തിട്ട് അത് നോക്കി പഠിച്ചോ നാളത്തെ പരീക്ഷ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറേ അല്ല. ഇറ്റ്സ് സംതിങ് നമ്മൾ തന്നെ സ്വന്തമായിട്ട് വി ആർ ക്രിയേറ്റിംഗ് അവർ ലേണിംഗ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ് നമുക്കൊരു അക്കാഡമിക് സ്റ്റാൻഡേർഡിനെ കുറിച്ച് പറയാനുള്ളത്. ഡെഫിനറ്റ്ലി ഒരു ബെറ്റർ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് യൂണിവേഴ്സിറ്റീസിന് ഇത്രയും പ്രത്യേകത ഉള്ളത്. ഒരു അഡ്മിഷൻ ക്രൈറ്റീരിയ പോലും ഇങ്ങനത്തെ ഒരു എൻട്രൻസ് എക്സാം വെച്ച് മുന്നോട്ട് പോകുന്നത് എന്നും മനസ്സിലാക്കട്ടോ. നെക്സ്റ്റ് വി ഹാവ് ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ്. ഈ അക്കാഡമിക് സ്റ്റാൻഡേർഡ് ഉള്ളത് കൊണ്ട് തന്നെ പീപ്പിൾ ആർ നോട്ട് പ്രിഫറിങ് ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഉടൻ തന്നെ ജോലിക്ക് പോവുക എന്നുള്ളത്. ചിലപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ഓക്കെ ഇറ്റ്സ് ബെറ്റർ ടു ലേൺ മോർ, അല്ലേ ഒരു മാസ്റ്റേഴ്സും കൂടി എടുത്തേക്കാം, അത് കഴിഞ്ഞൊരു PhD എടുത്തേക്കാം. അങ്ങനെയാണ് അവിടുത്തെ ആൾക്കാരൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു ജോലിക്കൊക്കെ കയറി വേണ്ട കുറച്ച് കാലം കൂടി പഠിക്കാം, ഈ ക്യാമ്പസും ഈ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒന്നും കൂടി ചില്ല് ചെയ്യാം, അതിൻ്റെ ഒപ്പം എന്താണ് നമ്മുടെ നോളജ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം എന്നല്ല. ഇറ്റ്സ് എ കോമ്പറ്റേറ്റീവ് വേൾഡ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ചെറിയ ഡിഗ്രി ആണെങ്കിൽ നൗ പീപ്പിൾ ആർ ഡൂയിങ് ബെറ്റർ ദാൻ ദാറ്റ്. അപ്പോൾ എന്താണ് ഈ കോമ്പറ്റേറ്റീവ് വേൾഡിൽ നമുക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ബെറ്റർ ഹയർ എഡ്യൂക്കേഷൻസ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ UG ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി അവൻ്റെ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് നല്ല മാസ്റ്റേഴ്സ് എന്ത് ചെയ്യണം, ഞാൻ ഇപ്പം പഠിക്കുന്ന യൂണിവേഴ്സിറ്റിനെക്കാട്ടിലും ബെറ്റർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം എന്ന് തന്നെയായിരിക്കും. സോ വി ഹാവ് ദ ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് ഇൻ എ ഹ്യൂജ് വേ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടോക്കിംഗ് അബൌട്ട് ദ ഫാക്കൽറ്റീസ് ഓവർ ദർ അല്ലേ. ഫാക്കൽറ്റീസ് എവിടെയെങ്കിലും ഒരു ബെറ്റർ അല്ല എന്നുണ്ടെങ്കിൽ വി കാൺട്ട് മേക്ക് എ ബെറ്റർ അല്ലേ. ഒരു അടിപൊളി ഇതിന് നമുക്ക് സ്റ്റുഡൻസിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി അവിടുത്തെ ഫാക്കൽറ്റീസിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് വെരി ഭയങ്കരമായിട്ട് എന്താണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സ്റ്റഡീസ് ആൻഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള ടീച്ചേഴ്സൊക്കെ ദേ ആർ സ്റ്റിൽ ഡൂയിങ് സം റിസർച്ച് ഓൺ ഡിഫറെൻറ്റ് ടോപ്പിക്സ്. അവർ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ ഇനിയും പഠിക്കണം എന്നൊരു വലിയ ആഗ്രഹമായിട്ടില്ലേ. അപ്പോൾ അവർ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എവിടെയും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അതൊക്കെയാണ് നമ്മളവിടെ കാണുന്നത്. ഓക്കെ, ഇത്ര ആയിട്ടും പഠിക്കുന്ന, അപ്പോൾ നമുക്ക് വരുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്. ഓക്കെ, ദാറ്റ് ക്രിയേറ്റ്സ് ദ ഫാക്കൽറ്റീസ് ടു മോർ പവർഫുൾ. ഓക്കെ, അത്രയും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടില്ല, അത്രയും വിവരമുള്ള അല്ലെങ്കിൽ അത്രയും ഹോപ്പ് ആയിട്ടില്ല. അപ്പോൾ അവരുടെയൊക്കെ ഒരു തോട്ട് പ്രോസസ്സും അവരുടെ വ്യൂ ഓഫ് സെർട്ടൻ തിങ്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നെ മൈൻഡ് ബ്ലോയിങ് ആയിരിക്കും. ഓ, ഇങ്ങനെയൊക്കെ ഈ പോയിന്റിനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്ന രീതിയിലേക്ക് വരെ പോകുന്നതാണ് ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ്, ഞാൻ എപ്പോഴും പറഞ്ഞത് റിസർച്ച് ഓറിയൻറ്റഡ് ആണ് അവരുടെ പഠനം എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ നമുക്കൊരു സ്പൂൺ ഫീഡിംഗ് ഒന്നും ആയിരിക്കില്ല, അങ്ങനെ പഠിക്കും ഇങ്ങനെ പഠിക്കുന്നില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു പവർ ഉണ്ട്. ഈ പറഞ്ഞാൽ നമ്മൾ ലൈബ്രറി പോയിട്ട് നമ്മൾ റിസർച്ച് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ സോ ദാറ്റ് ലേണിംഗ് ഹെൽപ്സ് യു വെരി വെൽ. നമുക്കൊരാൾ ഈസി ആയിട്ടൊരു സാധനം തന്നെ നമുക്ക് തിന്നുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇതില്ല. ബട്ട് നമ്മൾ എന്ത് ചെയ്യണം, കഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഇൻട്രസ്റ്റോട് കൂടി പഠിക്കുമ്പോൾ ദാറ്റ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ഇല്ലേ. ആ ഒരു പോയിന്റ് നമുക്ക് ഇൻട്രസ്റ്റ് കൂട്ടും. നമുക്ക് ഇൻട്രസ്റ്റുള്ള ടോപ്പിക്സിനെ കുറിച്ച് സെമിനാർസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ബെറ്റർ എക്കോസിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത് അവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് റിസർച്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, സോ റിസർച്ചിൻ്റെ അതിൽ തന്നെ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് ഫണ്ടിങ് എന്നുള്ളതാണ്. സോ ഇഫ് യു ആർ വെരി വില്ലിങ് ടു ഡു റിസർച്ച്, അപ്പോൾ നമുക്ക് പറയും ഇനിയും ഇങ്ങനെ പഠിച്ച് നടക്കുകയാണോ, അപ്പോൾ അതിന് നിനക്ക് പിന്നെ ഇനി എങ്ങനെ ജീവിക്കാം, പൈസ വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഈ പറഞ്ഞ റിസർച്ചിന് ഒരുപാട് ഫണ്ടിങ് ഏജൻസീസ് ഉണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ദേ ആർ ലുക്കിംഗ് ഫോർ ദ ഗുഡ് റിസർച്ചേഴ്സ്. ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ള നല്ല കാലിബ്രേറ്റ് ആയിട്ടുള്ള കുട്ടികളെയാണ് അവരെന്ത് ചെയ്യുന്നത്, അവർ ഫണ്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ദേ വിൽ ആസ്ക് നീ എന്തിനാണ് റിസർച്ച് ചെയ്യാൻ പോകുന്നത്, ഇഫ് ഇറ്റ് ഇസ് യൂസ്ഫുൾ ദേ ആർ റെഡി ടു ഫണ്ട് യു അല്ലേ. അപ്പോൾ ആ റിസർച്ച് ഓറിയന്റേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു മണി മേക്കിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നതിൽ നമുക്ക് ഇഷ്ടമാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ. ആ കൂടുതൽ പഠിക്കാൻ വേണ്ടി വി ആർ ഗെറ്റിംഗ് മണി ഫ്രം ദ ഓർഗനൈസേഷൻസ്. ഓക്കെ, അതാണ് നമുക്ക് എന്തിനെ കുറിച്ച് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഓക്കെ, അറ്റ് ലാസ്റ്റ് വി ഹാവ് സംതിങ് റിലേറ്റഡ് ടു ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ എന്ന് പറയുന്നതാണ്. ഓക്കെ, അവർ യൂണിവേഴ്സിറ്റീസ് ആർ ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് എന്നുള്ളതാണ്. നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുമായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ഓൾ ദ പറഞ്ഞതുപോലെ തന്നെ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആണ് അല്ലേ. ഓക്കെ, അതാണ് ഈ പറഞ്ഞതുപോലെ തന്നെ. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, എക്സ്ചേഞ്ച് കോഴ്സസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഓക്കെ, എക്സ്ചേഞ്ച് കോഴ്സസ് കേട്ടോ. എക്സ്ചേഞ്ച് കോഴ്സസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു 3 year കോഴ്സാണ് ചെയ്തെങ്കിൽ ഒരു 1 year എന്ത് ചെയ്യാണ്, നമ്മൾ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിൽ ഈ പറഞ്ഞതുപോലെ തന്നെ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ ഉള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസ് പോയിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഒരു സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്. അതുപോലും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളതാണ്. ഓക്കെ, നാഷണൽ എക്സ്ചേഞ്ചസും നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇന്റർനാഷണൽ എക്സ്ചേഞ്ചസും ഉണ്ട്. ഞാനൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ കാശ്മീർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് നിന്നായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറച്ച് പേര് കാശ്മീർ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പോകുമായിരുന്നു. അതേപോലെ തന്നെ അവിടുന്ന് പല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇന്റർനാഷണലി ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയിട്ട് ഒരു 2 semester ഒരു 1 year അവിടെ ചെയ്തിട്ട് തിരിച്ചു വന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്, ഒരു എഡ്യൂക്കേഷൻ എന്ന ലെവലിൽ വി ആർ ഡൂയിങ് ദ ബെസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നതാണ് എന്ന് പറയുന്നതും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ കിട്ടി
വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കൊരു 8 റീസൺസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് ഇഫ് യു ആർ വില്ലിംഗ് ടു സ്റ്റഡി അല്ലേ, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്രാക്ക് ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി വി നോ വി ആർ കോമ്പീറ്റിംഗ് വിത്ത് ഒരു ഹോൾ വേൾഡ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഹോൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ വലിയ രാജ്യത്തുള്ള ആൾക്കാരുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി ഒരു ആഡ് ഓൺ എന്നുള്ള രീതിയിൽ വി നീഡ് സം ട്രെയിനിങ് അല്ലേ. ഓക്കെ, ഡെഫിനറ്റ്ലി വി നീഡ് സം കൈൻഡ് ഓഫ് ട്രെയിനിങ് എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, മാറി വരുന്ന പാറ്റേൺസ് എങ്ങനെയൊക്കെയാണ്, ടോപ്പിക്സ് എങ്ങനെയൊക്കെ വരും, വി നീഡ് പ്രാക്ടീസ്. ആക്ച്വലി ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഓക്കെ നമുക്ക് എന്ത് ചെയ്യണം, വി നീഡ് ടു ബി ഫെമിലിയറൈസ് വിത്ത് ദ ഈ പറഞ്ഞ കാര്യങ്ങൾ പേപ്പേഴ്സുമായിട്ട് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെടാൻ വേണ്ടി വി ഹാവ് എക്സ്ക്ലൂസീവ് ക്രാഷ് കോഴ്സ് എവറി സബ്ജക്ട്, എല്ലാ സബ്ജക്റ്റിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോച്ചിങ് കൊടുക്കുന്നുണ്ട്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ജസ്റ്റ് രജിസ്റ്റർ അവർ ഫോം ആൻഡ് join our club. Okay, thank you guys. Okay, very much happy for your examinations.